ഇത് പരിശോധിക്കാനുള്ളൊരു സംവിധാനങ്ങളും ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ല. പകരം ഒരു ഭക്തരെ ചൂഷണം എന്നല്ല, അപ്പുറത്ത് വല്ല വാക്കുണ്ടെങ്കിൽ അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 8-9 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു കുറിതൊടിയിൽ നിന്ന് ഒരു കടയിൽ നിന്നും വാങ്ങി കിട്ടിയിരുന്നെന്നാണ്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ശബരിമല അയ്യപ്പ സേവാ സമാജ സംസ്ഥാന സെക്രട്ടറി മനോജ് എസ് നായരാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ എരുമേലി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ സമീപം കുറി തൊടാൻ വേണ്ടി 10 രൂപ ദേവസ്വം ബോർഡ് ഈടാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. അതിൻ്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്താണ് കുറി തൊടുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ? കുറി തൊടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നും ഇന്നലെയായി തുടങ്ങിയ ഒരു വിവാദമല്ലിത്. ശബരിമല അയ്യപ്പ സേവാ സമാജം പല ദേവസ്വം മന്ത്രിയുടെ കോൺഫറൻസിലൊക്കെ ഇത് വർഷങ്ങളായിട്ട് ഉന്നയിച്ചതും ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മിനിസ്റ്ററായ സമയത്ത് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് കോൺഫറൻസിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ദേവസ്വം ബോർഡ് അവിടെ നടപ്പന്തലിൽ കച്ചവടം ചെയ്യുന്ന ചില കച്ചവടക്കാരെ സഹായിക്കാനും അയ്യപ്പ ഭക്തന്മാരെ അമിതമായ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അയ്യപ്പ ഭക്ത സംഘടന എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള വന്നതുകൊണ്ട് ഞാനതിനെ കോടതിയിൽ സമീപിച്ചാണ്. ദേവസ്വം ബോർഡിൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ട് ഇതിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടറിയാം. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് പണ്ട് കാലത്ത്, അതായത് ഒരു 10-15 വർഷം മുമ്പ് ഈ അന്യസംസ്ഥാനത്തുനിന്ന് വന്ന ഭിക്ഷാടനം നടത്തിയ ആൾക്കാർ ദേവസ്വം ബോർഡിൻ്റെ നടപ്പന്തലിൽ നിന്ന് ഭിക്ഷാടനം നടത്തിയപ്പോൾ അതിനെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയും അതിൽ ഒരു പ്രായം ചെന്ന സ്ത്രീ ഈ ഭിക്ഷാടനത്തിന് പകരം ഇച്ചിരി സിന്ദൂരവും ഭസ്മവും കളഭവും എല്ലാം കൂടെ വെച്ച് അവിടെ ഇരുന്നു. അപ്പോൾ അയ്യഭക്തന്മാരെ തൊട്ടിട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങുക എന്നുള്ളതായി. അത് പിന്നെ 1 2 പ്രദേശവാസികളായി. അന്നേരമാണ് ഈ അതർ സ്റ്റാൾ എന്നും പറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ നടപ്പന്തലിൽ ലേലം പിടിക്കുന്ന ആൾക്കാർ ഈ അതർ സ്റ്റാളിൽ ഇങ്ങനെയുള്ള സിന്ദൂരങ്ങളൊന്നും വിൽക്കാൻ പാടില്ല എന്ന് ലേലവ്യവസ്ഥയിൽ വ്യക്തമായി ദേവസ്വം ബോർഡ് പറയുന്നുമുണ്ട്. പക്ഷേ അവർ അവിടെ സിന്ദൂരവും ഈ കളഭവും എല്ലാം വെച്ചിട്ട് ഒരാളെ നിർത്തി കണ്ണാടിയും വെച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് തൊടിപ്പിക്കുക. ഈ അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന ഭക്തന്മാർക്ക് ഇത് അറിയില്ല. അവർ തൊട്ട് കഴിയുമ്പോൾ 20 രൂപ, 30 രൂപ, 50 രൂപ ഇവരുടെയൊക്കെ കയ്യിൽ ഈ തൊടിയിക്കാൻ ഒരു സ്റ്റാഫിനെ നിശ്ചയിക്കുക. എന്നിട്ട് അവരുടെ കയ്യിൽ ഒരു വടി ഇരിക്കുക. വടി അയ്യപ്പന്മാരെ പേടിപ്പിക്കാൻ എന്നുള്ള നിലയിൽ ഒരു വടിയൊക്കെ ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. എന്നിട്ട് ഈ കേട്ടാൽ അറയ്ക്കുന്ന, കാശ് കൊടുത്തില്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അയ്യപ്പന്മാരെ ചീത്ത വിളിക്കുന്ന ഒരു പ്രവണതയുണ്ടായി. അപ്പോൾ അതിനെ നമ്മൾ പല പ്രാവശ്യം ചോദ്യം ചെയ്യുകയും ഒരു സംഘർഷാവസ്ഥ പോലെ, അതായത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പോലീസിലേക്ക് പോകുന്നില്ല. കാരണം വെച്ചാൽ ഇത് അവിടം കൊണ്ട് ദേവസ്വം ബോർഡ് പറഞ്ഞു തീർക്കുകയാണ്. കാരണം വെച്ചാൽ ദേവസ്വം ബോർഡ് വരുമാനത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ഈ വരുമാനം കിട്ടുന്നുമില്ല. അപ്പം മറ്റൊരു ഇത് ചിലപ്പോൾ വരുമാനം കിട്ടുന്നുണ്ടായിരിക്കും, അതറിയില്ല. അത് അതിനെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് മുന്നപ്പിന് പോകെ വരുമ്പം ഇതൊരു ഗുണ്ട സ്ഥിതിയിലേക്ക് വരികയും ബലപ്രയോഗത്തിൻ്റെ രീതിയിലേക്ക് വരികയും ഈ നാട്ടുകാരായ ആൾക്കാരിരിക്കുന്ന അവരുമായിട്ട് വിഷയങ്ങളായി. ഇപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് അന്ന് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമായിട്ടറിയാം. ഇത് ലേല വ്യവസ്ഥയിലൊന്നുമില്ല. നാട്ടുകാരെയും ഇരുത്തണ്ട, കടക്കാരെയും അനുവദിക്കാതിരുന്നില്ലെങ്കിൽ ഈ വിഷയം ഉണ്ടാകില്ല. ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന കണ്ടു. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണ് ഇത് തീരുമാനിച്ചത്. വാസ്തവവിരുദ്ധമാണ്. കാരണം വെച്ചാൽ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ പൂഞ്ഞാർ MLA ഒരു മീറ്റിംഗ് വിളിക്കുന്നു. അനൗദ്യോഗിക മീറ്റിംഗ് എന്ന് തുടങ്ങിയപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഒരു മീഡിയക്കാരെയും വിളിച്ചില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ 1-2 ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ആരും ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഔദ്യോഗിക മീറ്റിംഗ് അല്ല, ഇത് നമ്മുടെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് MLA എന്തൊക്കെ ചെയ്യണം, MLAയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യണം, റോഡുകൾ, ഈ കഴിഞ്ഞ പ്രാവശ്യമുള്ള ട്രാഫിക് വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നൊക്കെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അന്നേരം ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയില്ല. അന്ന് ആകെ പങ്കെടുത്തത് ഞാനും
ശ്രീമാൻ അനിയൻ എരുമേലി അയ്യപ്പസേവാ സംഘത്തിൻ്റെ ശാഖാ പ്രസിഡന്റ് അനിയൻ എരുമേലിയാണ് പങ്കെടുത്തത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഈ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ വാക്കാൽ പറഞ്ഞിരുന്നു, സാർ ഇതൊരു വിഷയത്തിലേക്ക് ചെല്ലത്തുള്ളൂ, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേരം ഈ എമൗണ്ട് പറയുന്നില്ല, ഇങ്ങനെ ലേലം വെക്കണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് സാറേ അത് ഇങ്ങനെ നമുക്ക് മോശമായ രീതിയിൽ വരും എന്നൊക്കെ പറയുമ്പം ലേലം ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഭയങ്കര സംഘർഷാവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ രീതിയിൽ പോകും, ഞങ്ങൾ രീതിയിൽ പോകാം എന്ന് ഞങ്ങൾ പറഞ്ഞു വരുന്ന അതൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മറ്റുള്ള ഇത് ഒന്നുമില്ല. അതല്ലാതെ വേറൊരു ചർച്ചയോ കാര്യങ്ങളൊന്നും നടന്നില്ല. രണ്ടാമത് പറയുന്നത് ഒരു ദേവസ്വം ബോർഡ് ഒരു ടെൻഡർ വിളിക്കുമ്പോൾ പബ്ലിക് അറിയണമെന്നില്ല. പത്രത്തിൽ വരുന്ന പരസ്യം എരുമേലിയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എരുമേലി മണ്ഡലം വയറുകളൊക്കെ അടിയന്തരവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നോട്ടീസാണ്. അതിൻ്റെ ഡേറ്റും പറയും, പിന്നെ ടെൻഡർ ഡേറ്റും പറയും, കൊടുക്കേണ്ട അവസാനത്തെ ദിവസവും പറയും എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള എല്ലാം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്നും വിവരങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞത്. ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും ഇത് തപ്പി ഡെപ്യൂട്ടി കമ്മീഷണർ അടുക്ക പോകില്ല. പക്ഷേ ഇത് ലേല വ്യവസ്ഥയിൽ വന്ന് ലേലമാകുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്, ഒരാൾ പിടിക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ലേലം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതുമായിട്ട് പലരുമായിട്ട് സംസാരിച്ചപ്പം ദേവസ്വം ബോർഡ് ഇത് ലേലം ചെയ്യും എന്ന് നമുക്ക് ഉറപ്പായി. അന്നേരമാണ് ലേലം ടെൻഡർ ആയപ്പോഴാണ് നമ്മളൊരു ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് രാവിലെ കൊണ്ടുപോയി എടുത്താൽ കൊടുക്കുന്നതല്ലല്ലോ ഹൈക്കോടതി, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതുമായി വക്കീലുമായിട്ട് ബന്ധപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കോടതി കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തപ്പോൾ അതിനു മുമ്പ് ദേവസ്വം കേസ് ഫയൽ ചെയ്തു. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ജില്ലാ ജഡ്ജിനും അതായത് സ്പെഷ്യൽ കമ്മീഷണർക്കും ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും പരാതി ഇമെയിലായിട്ട് അയച്ചിരുന്നു. അപ്പം കോടതിയിൽ വന്നപ്പം കോടതി അതിനെ രൂക്ഷമായി വിമർശിച്ചത് കോടതിയുടെ പിന്നെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതല്ല. കോടതി ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചു. അപ്പോഴും ദേവസ്വം ബോർഡ് പറയുന്നത് സൗജന്യമായി ഞങ്ങളതൊരു വിഷയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, ഈ വിഷയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ലേലമല്ല അതിന് പരിഹാരം. അവിടെ ഇപ്പോഴും നിങ്ങളൊക്കെ പോയി കണ്ടാൽ കാണാം, ആ നടപ്പന്തലിൻ്റെ 2 തൂണിൽ 2 കണ്ണാടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് രണ്ടിടത്തും ഒരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ ഭസ്മവും ചന്ദനവും സിന്ദൂരും ഒക്കെ വെച്ചിരുന്നു. അത് സൗജന്യമായിരുന്നു. ഇത് ഈ മണ്ഡലമാരുടെ കാലഘട്ടം കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് മാറ്റും. പാത്രമൊന്നുമില്ല, അതെടുത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതവിടെ പ്രസ്താവിച്ചാൽ മതി. ആൾക്കാരെ പൊട്ടു തൊടിയിക്കാതെ ഈ സാധനങ്ങൾ അവിടെ പുനഃസ്ഥാപിച്ചാൽ ഈ വിഷയം ഉണ്ടാവില്ല. അതും രസമതല്ല, അതിലൊക്കെ ഒരു വിരാതാവാസം എന്ന് പറഞ്ഞാൽ ഈ എരുമേലിയിൽ വരുന്ന ഒരു തീർത്ഥാടകൻ കക്കൂസി പോകണമെങ്കിൽ 5 രൂപ എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് നിജപ്പെടുത്തിയിട്ടുണ്ട്. എരുമേലി വരുന്നൊരു ഭക്തൻ കുളി കഴിഞ്ഞൊരു കുറി തുടങ്ങി 10 രൂപ കൊടുക്കണമെന്നാണ്. കക്കൂസി പോകാൻ 5 രൂപയേ ഉള്ളൂ. 5 രൂപയേ ഉള്ളൂ. അതിൻ്റെ ഒരു ഈ 10 രൂപ എന്നൊക്കെ പറയുമ്പോൾ ദേവസ്വം ബോർഡ് നിജപ്പെടുത്തിയൊരു തുകയാണ്. 5 രൂപ ഉള്ള ആൾക്ക് കുറിയിടാൻ പാടില്ല. ഇല്ല, അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ 10 രൂപ എന്നുള്ളത് നിജപ്പെടുത്തിയതാണ്. ഇത് 10 എന്നുള്ളത് കരാറുകാരൻ 10 രൂപ മേടിക്കുമോ? ഞാനൊരു സാധനം 10 രൂപയ്ക്ക് മേടിച്ചാൽ ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ 10 രൂപയ്ക്ക് കൊണ്ട് കൊടുക്കും? അതെ, ഇല്ല, ഞാൻ ലാഭം ഇട്ടിട്ടേ കൊടുക്കത്തുള്ളൂ. ആ കരാറുകാരൻ ഒരു പക്ഷേ 20 രൂപയ്ക്കായിരിക്കാം, 30 രൂപയ്ക്കായിരിക്കാം, 40 രൂപയ്ക്ക്, അവന് ഇഷ്ടമുള്ള രീതിയിൽ മേടിക്കും. ഇത് പരിശോധിക്കാനുള്ളൊരു സംവിധാനങ്ങളും ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് പൂർണ്ണമായും ഒരു ക്ഷേത്രത്തിലേക്ക്, നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലേക്ക് നമ്മളൊരു വിശ്വാസം ചെല്ലുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഭസ്മോ ഒരു സിന്ദൂരം എടുത്തോട്ടാൽ അതിന് ഫീസ് ഈടാക്കണം, ഇത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരം ഒരു ഭക്തരെ ചൂഷണമെന്നല്ല, അപ്പുറത്ത് വല്ല വാക്കുണ്ടെങ്കിൽ അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗത്താണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ അകത്തുനിന്ന് പ്രസാദം കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാരണ അങ്ങനെ അകത്തൊക്കെ നമ്മുടെ എരുമേലി അമ്പലത്തിലൊക്കെ ഈ മണ്ഡലമാരോടൊക്കെ തിരക്കുണ്ടാകുമ്പോൾ നമ്മൾ വെളി വെച്ചിരിക്കുന്ന ഭസ്മോ സിന്ദൂരമൊക്കെ തൊട്ടിട്ട് ഇറങ്ങി പോരുവാണ്. പക്ഷേ ശ്രീകോവിലൊക്കെ തിരക്കാരി ചന്ദനം കിട്ടാന്നുള്ള ഭക്തന്റെ അവകാശം കൂടെയാണ്. പക്ഷേ ഇതിനും ദേവസ്വം ബോർഡിന് ഒരു വിൽപ്പനച്ചരക്ക്, ഒരു ബിസിനസ് മൈൻഡിൽ കാണുമ്പോഴാണ് ഈ വിഷയം ഉണ്ടായത്. അപ്പം ഇപ്പോഴും ഈ സംസാരിക്കുന്ന സമയത്തും ദേവസ്വം ബോർഡ് വ്യക്തമായി ഈ ലേലം റദ്ദ് ചെയ്തതായിട്ട് പറയുന്നില്ല. അതാ അതിൻ്റെ അകത്തൊരു കാര്യം.
കോടതി ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും കോടതി 8-ാം തീയതിയിലേക്ക് പരിഗണിക്കും ഉണ്ട്. എന്നിട്ട് പോലും ഇത്രയും വിമർശനം ഉണ്ടായിട്ട് പോലും ദേവസ്വം ബോർഡ് എന്നാൽ ഈ 2-3 കരാറുകാരുടെ എടുത്ത് ലേലം റദ്ദ് ചെയ്തു എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സൗജന്യമായി അവിടെ കൊടുക്കും. ഈ സൗജന്യമായി അവിടെ കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ കരാറുകാർക്ക് കൊടുക്കുമ്പോൾ കരാറുകാർക്ക് നിലവിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഈ കരാറുകാരിരിക്കും, ഈ സൗജന്യമായിട്ട് ദേവസ്വം ബോർഡ് വെക്കും. അവിടെ എന്താ ഉണ്ടാകാൻ പോകുന്നത്? കാലക്രമേണ ഈ ദേവസ്വം ബോർഡിൻ്റെ അവർ പിൻവാങ്ങും, വീണ്ടും ഈ കരാറുകാരൻ വരും. അതെ, അതും വീണ്ടും ചൂഷണത്തിൻ്റെ അതേ ഭാഗത്ത് തന്നെ വരും. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് ലേലം റദ്ദ് ചെയ്യണം. ദേവസ്വം ബോർഡ് അവിടെ സൗജന്യമായിട്ട് വെച്ചോട്ടെ, ഇഷ്ടമുള്ള ഭക്തബന്ധം തൊഴട്ടെ. അതെ, ഇഷ്ടമുള്ള കുറിയോട്ടെ. ഇനി കുറി തൊടണ്ടേ? അതും വേണ്ട. അയ്യപ്പന്മാർ അവിടെ വന്നിട്ട് അതുപോലെ ഈ കുറിയുടെ പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് മാത്രം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ അയ്യപ്പന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന. അതെ, അപ്പോൾ എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കൂടെ? അതായത് ഞങ്ങളുടെയൊക്കെ ഒരു അറിവ്, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒരു കടയിൽ ഈ ദേവസ്വത്തിൻ്റെ ലേലത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച കടകളിൽ നിന്നൊക്കെ 8-9 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു കുറി തൊടിയിൽ നിന്ന് ഒരു കടയിൽ നിന്നും കിട്ടിയിരുന്നെന്നാണ് നമ്മുടെ ഒരു അല്ലാത്ത അറിവ്. അല്ല, അത് കടക്കാരിൽ നിന്നുള്ളൊരു അറിവാണ്. നമുക്ക് ആധികാരികതയൊന്നുമില്ല, എങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവ്, തെളിവൊന്നുമില്ല. അപ്പം ഈ അയ്യഭക്തന്മാരുടെ എന്തൊരു തുക മേടിച്ചു കാണും. അതെ, അതുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോയത്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ച് ഇനിയിപ്പം ഹൈക്കോടതി ഇത് റദ്ദാക്കുമെന്നാണ് പ്രതീക്ഷ. ഇനി ഇങ്ങനെ നമ്മുടെ എരുമേലിയിൽ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് അതുമായിട്ട് അടുത്ത ദിവസം വീണ്ടും ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.